നൗഷാദ് അലി, ഇവിടെ ഇപ്പോൾ ബി ജെ പിയെ എതിരിടാൻ ഒരു മുന്നണിയായി നിൽക്കുക എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 6-7 മാസമായി വലിയ ചർച്ചകളിൽ ഒക്കെ ഉരുത്തിരിഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷെ അത് സാധ്യമാകാതെ പോകുന്നു. രാഹുൽ ഗാന്ധി ഈ സമയത്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ചെല്ലുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മുന്നണി എന്നുള്ള നിലയിൽ യാതൊരു തരത്തിലുള്ള ഗുണവും അതുവഴി കിട്ടുന്നില്ല. മമതാ ബാനർജി ഞാൻ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴും കോൺഗ്രസ് മമതയെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആരുമായിട്ടും സീറ്റ് ഷെയർ ചെയ്യില്ല എന്ന് മമത വ്യക്തമാക്കിയിട്ടുണ്ട്. നിതീഷ് കുമാർ പോയ കാര്യം നമ്മൾ ഇതിനോടകം ഇവിടെ സൂചിപ്പിച്ചു. ഇന്നലെയാണ് യഥാർത്ഥ NCP BJPക്കൊപ്പമുള്ള NCP ആണ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്നലെ വന്നത്. അപ്പോൾ ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. എത്ര ശ്രമിച്ചാലും BJP എന്നുള്ളത് അവർ സാധ്യമായ എല്ലാ വഴികളും നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളെ എടുത്തിട്ടായാലും ചില മാസ്റ്റർ സ്ട്രോക്കുകൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ. അഭിലാഷേ, താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ അതിനു മുമ്പായിട്ട് ഈ BJP സർക്കാർ ഇവിടെ മുന്നോട്ട് വെക്കുന്ന അവരുടെ വിജയരഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, അത് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യ മാത്രമാണ്. ഇവിടെ ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2016 വരെ നമ്മുടെ GDP അളന്നിരുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് അനാലിസിസ് വഴിയായിരുന്നു. ലോകത്തെ എല്ലാ സാമ്പത്തിക ശക്തികളും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കൃത്രിമമായിട്ട് GDP ഉയർന്നു എന്ന് കാണിക്കാൻ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെ ദാരിദ്ര്യം ലഘൂകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ 10 സ്റ്റാൻഡേർഡുകളുടെ കൂടെ മാതൃ ആരോഗ്യവും ബാങ്ക് അക്കൗണ്ടുകളും ചേർത്തപ്പോൾ സ്വാഭാവികമായിട്ട് ദാരിദ്ര്യം കുറഞ്ഞൊരു കണക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഇവിടുത്തെ SBIയും LIC ഒക്കെ തോന്നിയ വിലക്ക് അതിൻ്റെ ഷെയറുകൾ അദാനിക്ക് വിറ്റഴിക്കും. അദാനി അതിനൊരു പ്രതിഫലം SBIക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതേ അദാനി ഒരു ലോണിന് വേണ്ടി SBIയെ സമീപിക്കുമ്പോൾ ആ പണം മുഴുവൻ അദാനിക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അദാനി അത് BJPക്ക് താല്പര്യമുള്ള പദ്ധതികളിലൊക്കെ നിക്ഷേപിക്കും. അങ്ങനെ ഇവിടെ നിക്ഷേപം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പൂർവികർ പടുത്തുയർത്തിയ മഹാരത്ന, പഞ്ചരത്ന, നവരത്ന കമ്പനികൾ മുഴുവനായിട്ട് ഒരു PSUവിനെ പോലും അവശേഷിപ്പിക്കാതെ വിറ്റ് തൊലച്ച് വിത്തെടുത്ത് കുത്തിത്തിന്ന് ഞങ്ങളിതാ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു, വികസനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇതിൻ്റെ ഗതികേടുമൊക്കെ ഈ പാതാളക്കുഴിയോളം താന്നിരിക്കുന്നു. നിങ്ങൾ UN അംഗീകാരമുള്ള മുഴുവൻ പഠന സൂചികകളിലും ഇന്ത്യ എന്നത് ബംഗ്ലാദേശിനും നേപ്പാളിനും പാകിസ്ഥാനിനും ഒക്കെ താഴെയോ ഒപ്പമോ നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ്. ഇവിടുത്തെ അയൽ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ എടുത്താൽ നേപ്പാൾ മുതൽ മാലിദ്വീപ് തൊട്ട് ശ്രീലങ്ക വരെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലല്ല. ഇത്തരത്തിൽ എല്ലാ തലത്തിലും ഈ രാജ്യം വളരെ പ്രതിലോമകരമായ ചുറ്റുപാടുകളിൽ പരുങ്ങി നീങ്ങുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് വലിയ കോറസ് മുഴക്കുന്നു. ഇതിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു, അവരെ രാജ്യദ്രോഹികളാക്കുന്നു, അവരെ അകത്തിടുന്നു. അത്തരത്തിലൊരു അതോറിറ്റേറിയനിസമാണ് ഈ രാജ്യം ഇന്ന് ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇന്ത്യ മുന്നണിയെ പറ്റി പറഞ്ഞല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളെ നിങ്ങൾ നോക്കൂ. ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തെ മുഴുവൻ ED വട്ടമിട്ട് നിൽക്കുകയാണ്. ഇവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുഖ്യമന്ത്രിയെ ED ജയിലിലടച്ചു കഴിഞ്ഞു. ഇവിടെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇന്ന് EDയുടെ വലയത്തിലാണ്. എവിടെയൊക്കെ ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷികൾ, ഘടകകക്ഷികളുണ്ടോ അവരെയൊക്കെ ഇത്തരത്തിൽ ED, CBI, ഇൻകം ടാക്സ് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉരുക്കുമുഷ്ടിയിൽ ചവിട്ടി മെതിച്ച് അധികാരവും സീറ്റുകളും നേടാമെന്ന് സ്വപ്നം കണ്ട് BJP നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വർഗീയ ധ്രുവീകരണത്തിലും നെഗറ്റീവ് ഹീറോയിസത്തിലുമൊക്കെ മതിമറന്ന ആളുകളുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യും. നമുക്ക് കാണാം, ഈ രാജ്യം നശിച്ചു പോകണമെന്നാണെങ്കിൽ BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ വോട്ട് ചെയ്ത ആളുകൾ വിജയിപ്പിക്കട്ടെ. അത് ഈ രാജ്യത്തിന്റെ വലിയ ഗതികേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ചതിക്കുഴികൾ അവസാനിക്കുന്ന ദിവസം ഇവരുടെ ഈ പൊള്ളത്തരങ്ങളൊക്കെ അനാവൃതമാകുന്ന ഒരു കാലം വരുമ്പോൾ ജനങ്ങൾ തിരിച്ചു ചിന്തിച്ചു തുടങ്ങും. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പൂർവാധികം പഴയ ശോഭയോടുകൂടി മിന്നിത്തിളങ്ങുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വലിയ പ്രത്യാശയാണ് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സോഷ്യലിസത്തിലും രാഷ്ട്രീയ സത്യസന്ധതയിലുമുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ശരി.